ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച 4 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടക്കും. ഭാരതപ്പുഴയുടെ തീരത്ത് കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട കുട്ടികളെ രക്ഷിക്കാൻ ഇറങ്ങിയ ദമ്പതികളടക്കം 4 പേരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, എപ്പോഴാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക? മറ്റ് വിവരങ്ങളും കൂടി. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത്. ഭാരതപ്പുഴയിൽ, ചെറുതുരുത്തിയിലുള്ള ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികളടക്കം ഒരു ദമ്പതികൾ ഉൾപ്പെടെ 4 പേരാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കബീറിന്റെ ഭാര്യ ഷാഹിന, അവരുടെ മകൾ സറ, അവരുടെ ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ് എന്നീ 4 ആളുകളാണ് മരിച്ചത്. ഈ 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരുമിച്ച് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹം ബന്ധുക്കൾക്ക് ഉടനെ തന്നെ വിട്ടു നൽകാനുള്ള തീരുമാനമാണ്. അതായത് ഈ കുട്ടികൾ കുളിക്കുന്നതിനിടയിൽ പുഴയിലെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇവരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ 2 ദമ്പതികളും പുഴയിലേക്ക് ഇറങ്ങുകയും തുടർന്ന് ഇവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഈ പ്രദേശത്ത് വലിയ ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അത് നേരത്തെയും വളരെ അപകടകരമായിട്ടുള്ള ഒരു മേഖലയാണെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഈ ഷാഹിനയെ നാട്ടുകാർ പെട്ടെന്ന് തന്നെ രക്ഷിച്ചെടുത്ത് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പക്ഷേ മരണം സംഭവിക്കുകയായിരുന്നു. ഈ 4 പേരുടെയും മൃതദേഹം ഏതാണ്ട് 9 മണിയോട് കൂടിയാണ് അവസാനത്തെ ആളുടെയും മൃതദേഹം കരക്കടിപ്പിച്ചത്. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും എല്ലാം അഗ്നിരക്ഷാ സേനയുടെയും എല്ലാം സംയുക്തമായിട്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഈ 4 പേരുടെയും മൃതദേഹം ലഭിച്ചത്. എന്തായാലും വളരെ നാടിനെ നടുക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇവരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയതിനു ശേഷം ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഫുവാദിന്റെ സംസ്കാരം 4 മണിയോട് കൂടി ചേലക്കര മേപ്പാടം ജുമാ മസ്ജിദിലാവും. മറ്റും 3 പേരുടെയും സംസ്കാരം ഉച്ചതിരിഞ്ഞ് ചെറുകാട് വെട്ടിക്കാട്ടി ജുമാ മസ്ജിദിലായിരിക്കും മറ്റ് 3 പേരുടെയും സംസ്കാരം. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും.